ഹലോ, ഒരു സണ്ണി ഡേ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ഇട്ട് ഈവനിങ് നമുക്കൊരു കഫേ പോകാമെന്ന്, ഒരു കോഫി ഡേറ്റ് ആയാലോ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന കഫേയാണ് ഈ ബേർഡ് വുഡ്സ് കഫേ. ഇത് റോഡ് സൈഡൊന്നല്ല, ഇത്തിരി ഉള്ളിലേക്കുള്ള ഒരു കഫേയാണ്. അതുപോലെ ഇതിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ഞങ്ങൾക്ക്. നല്ല രസമുള്ള ഒരു കഫേ, നല്ല ആംബിയൻസ് ഉണ്ട്, നമുക്കൊരു മൈൻഡൊക്കെ ഫ്രഷ് ആവും. ബിക്കോസ് ഇതിൽ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും നല്ല പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്യുന്ന മൂഡ്, ഒരു ഫങ്ഷനൊക്കെ വെക്കാം, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കഫേ. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ഇതാണ് ഈ സ്ക്ലപ്ചർ ഗാർഡൻ. ഈ ഓരോരോ സ്ക്ലപ്ചേഴ്സിൽ അതിൻ്റേതായ ഒറിജിനേറ്റഡ് അതിൻ്റെ കുറേ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സീബ്ര, അങ്ങനെ ഒരുപാട് സാധനങ്ങളോട് കാണാണ്ടായിരുന്നു. ഞാനിവിടെ വന്നതും ഒരുമാതിരി നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെൻ്റെ തൃശ്ശൂർ സൂവൊക്കെ ഓർമ്മ വന്ന്, തൃശ്ശൂർ പാർക്ക്. പിന്നെ അവിടെ കണ്ടില്ലേ ആ ട്രീയുടെ മേലെ കുറേ മങ്കീസിനൊക്കെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു കാണാൻ ഒരു ഭംഗി. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അവരിങ്ങനെ കൊടുത്തേക്കാൻ തോന്നുന്നു കഫേ വയ്ക്കാൻ, പക്ഷെ നല്ലതാണ്, ഈവനിങ് വരെ ഉള്ളൂ. അതുപോലെ മ്യൂസിയം ഉണ്ട്, ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ഇത്. മ്യൂസിയത്തിൽ കുറേ സാധനങ്ങളുണ്ട് കാണാം, പക്ഷെ ഇതൊക്കെ സെയിലിനാണ്, നല്ല റേറ്റും ഉണ്ട്, എല്ലാം യൂറോയിലാണ്. ഈ പണ്ടത്തെ ബാഗ്സ്, ലൈക്ക് ഈ ഷീപ്പിൻ്റെ ഫെറൊക്കെ വെച്ച ബാഗ്, പിന്നെ ഈ പെയിൻറ്റിങ് ഒക്കെ എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ന്യൂസിലൻഡിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡായ പണ്ട് അവിടുത്തെ കിങ് യൂസ് ചെയ്ത ഡ്രസ്സുകൾ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അവർ യൂസ് ചെയ്ത മാറ്റ്, പോട്ട്, അങ്ങനത്തെ കുറേ. ഇത് ഞങ്ങളവിടെ കോഫി കുടിച്ചു. ഞങ്ങളുടെ 6th month ആനിവേഴ്സറി ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ ഹാഫ് ഇയർ ആയല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളതിന് 6 എന്നൊക്കെ എഴുതിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു കോഫി, ബിക്കോസ് അവർ വിചാരിച്ചെന്തോ സ്പെഷ്യൽ ഇവൻ്റ് ആണെന്ന്. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് പിക്ക് ചെയ്യാം. അതിങ്ങനെ റാൻഡമായിട്ടാണ്, ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചോക്ലേറ്റ്സ് ഓർമ്മ വരിക. ഈ ജാറിൽ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്, നമുക്കെല്ലാം എടുക്കാം, എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് മേടിച്ചാൽ മതി. ഞങ്ങളെടുത്തത് ലോലിപോപ്പാണ്. അങ്ങനെ ഇത് കണ്ടില്ല, ഇത് ചോക്ലേറ്റ് ഫാൻസിന് ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടപ്പെടും, ബിക്കോസ് അത് കുറേ വെറൈറ്റീസ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു, ഏകദേശം ഒരു 4 വരെ ഉള്ളൂ കഫേ. അത് എന്നാലും നമുക്ക് ചുറ്റമൊക്കെ കറങ്ങാം. അങ്ങനെ അതിൻ്റെ ചുറ്റും ആംബിയൻസ് നല്ല രസമാണ്, എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഗൈസ്, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.